കന്നുകാലികളെ വളർത്താൻ വായ്പ എടുത്തിട്ട് സബ്സിഡി ലഭിക്കാതായതോടെ ക്ഷീരകർഷകർ ദുരിതത്തിലായി. കോഴിക്കോട് മുക്കത്താണ് സംഭവം. കാരശ്ശേരി പഞ്ചായത്തിൻ്റെയും നബാർഡിൻ്റെയും ജില്ലാ സഹകരണ ബാങ്കിൻ്റെയും സഹായത്തോടെ നടപ്പിലാക്കിയ സുസ്ഥിരം പദ്ധതിക്കെതിരെയാണ് പരാതി. 2018 ക്ഷീരകർഷകർ ഈ വായ്പ എടുത്തത്. സമൂഹത്തിലെന്നും അവഗണിക്കപ്പെടുന്ന വലിയൊരു വിഭാഗമാണ് കർഷകർ. കാർഷിക മേഖലയിലേക്ക് ആളുകൾ കടന്നു വരുന്നില്ലെന്ന് സഹതപിക്കുന്നവർക്ക് മുൻപിലേക്കാണ് ഈ വാർത്ത. കോഴിക്കോട് മുക്കത്തുള്ള മുഹമ്മദിന്റെ ഈ ദുരിതമൊന്ന് കാണുക. വർഷങ്ങളായി പ്രവാസ ലോകത്ത് എല്ലുമുറിയെ പണിയെടുത്ത് അവശേഷിക്കുന്ന നാട്ടിൽ കൃഷിയിലൂടെ വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഹമ്മദ് പശുക്കളെ വാങ്ങാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. 2018 കാരശ്ശേരി പഞ്ചായത്തിൻ്റെയും നബാർഡിൻ്റെയും ജില്ലാ സഹകരണ ബാങ്കിൻ്റെയും സഹായത്തോടെ നടപ്പാക്കിയ സുസ്ഥിരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുക്കം ശാഖയിൽ നിന്നുമാണ് വായ്പയെടുത്തത്. ഇപ്പോഴത്തെ കേരള ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കായ കാലത്തായിരുന്നു 4.5 ലക്ഷം രൂപ ലോൺ എടുത്തത്. അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി വരും എന്നാണ് പറഞ്ഞത്. സബ്സിഡി ഒന്നും വന്നില്ല. അത് ചോദിക്കുമ്പോൾ പിന്നീട് മാനേജർ പെട്ടെന്ന് മാറി. പിന്നെ ചെല്ലുന്നത് ഇപ്പോഴുള്ള മാനേജർ അടുത്തേക്കാണ്. മാനേജറുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞത് എന്താ വെച്ചാൽ അത് മോയിൻകുട്ടി സാർ തന്നതാണ്, മുജീബ് സാർ തന്നതാണ്, നിങ്ങൾ അവിടെ പോയി സംസാരിക്കുക, എനിക്ക് അതിന് ഉത്തരവാദിത്തമല്ല എന്നാണ്. പക്ഷെ പിന്നെ അതിന് പിന്നെ ഇവർ ഒരു പരിപാടി ചെയ്ത് ഒരു ലെറ്റർ എനിക്ക് വിട്ട്, ഞാൻ കുടുംബക്കാരെ കൂട്ടിയിട്ടാണ് ലോൺ എടുത്തതെന്നും അത് നിങ്ങൾക്ക് അർഹതല്ലാന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ലെറ്റർ വന്നത്. ഞങ്ങൾക്ക് 4 റേഷൻ കാർഡിലുള്ള 4 ആളാണ് അപേക്ഷ കൊടുത്തത്. അന്ന് ഈ സാറോടും മോയിൻകുട്ടി സാറോടും ഞാൻ ചോദിച്ചതാണ്, ഈ ആളൊക്കെ പോരെ, എന്തോ മാറ്റേ ഒന്നും വേണ്ട, ഇത് കറക്റ്റ് തന്നെയാണ്. ഇനി അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ തന്നെ 2ാം പ്രാവശ്യം തന്നെ ഈ ലോണ് പുതുക്കിച്ചത് അയാൾ. അന്നേരെങ്കിലും അയാൾക്ക് പറയാമല്ലോ, നിങ്ങൾ ആളെ മാറ്റി തന്നാൽ മതി നിങ്ങൾക്ക് സബ്സിഡി കിട്ടണമെങ്കിൽ എന്ന്. അതൊക്കെ അവസാന കാലത്ത് ഒരു ഞൊണ്ടിന്യായങ്ങൾ പറയാമെന്നല്ലാതെ അതിലൊന്നും ഒരു അർത്ഥമില്ല. വിസ്മയ സ്വാശ്രയ സംഘത്തിലെ കർഷകരാണ് മുഹമ്മദ്. ഇവർക്കൊപ്പം മകൾ ഷമീമ, സാജിദ, ഷൈമ എന്നിവരുടെ പേരിലാണ് വായ്പയെടുത്തത്. മാസം 11,000 തിരിച്ചടവുള്ള വായ്പ കൃത്യമായി തിരിച്ചടച്ചാൽ 1,30,000 രൂപ നബാർഡിന്റെ സബ്സിഡി ലഭിക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ വായ്പ കൃത്യമായി അടച്ചിട്ടും സബ്സിഡി ലഭിച്ചില്ല. ഇതോടെ ഇവർ പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങുകയായിരുന്നു. നമ്മളൊരു 1.5 ലക്ഷം റുപ്യ ബാങ്കിന് കൊടുക്കാനുണ്ടെങ്കിൽ ബാങ്ക് എന്തൊക്കെ ചെയ്യും? നമ്മളെ വീട്ടിൽ വണ്ടി വിളിച്ചു വരും. ആ വണ്ടിന്റെ പൈസ വരെ ഒരു ഈടാക്കൂല. നമുക്ക് അത് തീർക്കുന്ന സമയത്ത് നമുക്ക് തരാനുള്ള പൈസക്ക് ഓൽക്ക് ഒരു വിഷയമില്ല, ഒരു കുലുക്കില്ല. നമ്മൾ എത്ര പറഞ്ഞിട്ടും ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, 10 മാസത്തോളായിട്ട് ഞങ്ങൾ പല സ്ഥാപനങ്ങളും കയറി ഇറങ്ങി. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ കേരള ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതേസമയം ഒരു കുടുംബത്തിലെ ആളുകൾ വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി വായ്പ എടുത്തത് നിയമവിരുദ്ധമാണെന്നും അതിനാലാണ് സബ്സിഡി ലഭിക്കാത്തതെന്നാണ് ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം. ബാങ്കിൽ നിന്നും നബാർഡിലേക്ക് നൽകേണ്ട അപേക്ഷ നൽകുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചു. ഇതാണ് യഥാർത്ഥ കാരണം. എന്നാൽ ഇത് മറച്ചുവെക്കാനായി മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ പാവപ്പെട്ട കർഷകനെ ദ്രോഹിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ ജനം പ്രക്ഷോഭങ്ങളുമായി തെരുവിലേക്കിറങ്ങുകയാണ്. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇവരുടെ വിഷമം മറ്റൊന്നാണ്. കൃത്യമായി വായ്പ തിരിച്ചടച്ചു, എന്നിട്ടും അവർക്ക് സബ്സിഡി ലഭിച്ചില്ല. ഇത് കാരണം ഇതേപോലുള്ള പദ്ധതികൾ തിരഞ്ഞെടുക്കാൻ ആളുകൾ തയ്യാറാവില്ല എന്നാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത്. പ്രതികരണങ്ങളിലേക്ക്. വളരെ മോശമാണ് മൂപ്പൻ്റെ സംഗതി. നല്ല ഉസാറായിട്ട് വന്ന ആളെ പിന്നെ ലോണും കാര്യമൊക്കെ അവിടെ കൂടിയിട്ട് മൂപ്പൻ്റെ കാര്യം ആകെ പൊട്ടി. വേറെ എവിടെയെങ്കിലും എടുത്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നു. അതിലാ മൂപ്പര് പോലെ നിർത്തി പോയത്. അല്ലെങ്കിൽ നാട്ടുകാരോട് തന്നെ കടം വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ജാതി ബുദ്ധിമുട്ടും കുടുങ്ങിയായിട്ടാണ് ഇപ്പം മൂപ്പനാകെ വിഷമത്തിലായത്. അപ്പോൾ ഇതുവരെ അദ്ദേഹത്തിന് സബ്സിഡി കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ പ്രയാസത്തിനും ബുദ്ധിമുട്ടുള്ള അയാളുള്ളത്. അതുകൊണ്ട് ഒരു പരിഹാരം മാർഗം ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് ജനകീയ മുന്നേറ്റം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അയാൾക്കുള്ള എല്ലാ സഹായങ്ങളും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടണമെന്നാണ് നമ്മളെ വിചാരിക്കുന്നത്. അതുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കണമെന്ന് അയൽവാസി നിലയിലേക്ക് പറയുന്നു. കാണേണ്ടവരെല്ലാവരും കാണുകയും സംസാരിക്കുകയും ബാങ്കുമായി ബന്ധപ്പെടുകയും അതിനെതിരായിട്ടുള്ള സമരങ്ങൾ തുടരുകയുമാണ് ചെയ്യുന്നത്.
കൃത്യമായ അദ്ദേഹത്തിന് ഈ സബ്സിഡി ലഭിച്ചിട്ടില്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള അതിശക്തമായ സമരങ്ങളുമായിട്ട് നാട്ടുകാർ പോകാനാണ് ഉദ്ദേശിക്കുന്നത്.